Ha! We be up in the club. Ha ha. Strong. Strong. It's not a toy. Ha. 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 പന്നി നിനക്കെന്താ ഞങ്ങളെ പണി അറിയാൻ മനസ്സിലായ ടീന നിനക്കേ പെമ്പിള്ളേരെ വേഷം ഈ പരനാറനൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്ത് പണി കൊടുക്കണ്ടേ? പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. അത് മര്യാദക്ക് മാപ്പ് പറയണം. മാപ്പും കോപ്പൊന്നും വേണ്ട, നീ മാപ്പികുതേ പറഞ്ഞാ മതി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. Strong. മാപ്പികുതേ ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് നടന്നു. എന്താടാ എന്ത് എന്താന്ന്? നീയൊക്കെ സ്കൂളിൽ വന്നതോ അതോ മീൻ പിടിക്കാൻ വന്നതോ? ബട്ടൺ സിറ എന്താ ഉണ്ടായത്? എന്നോടാ ചോദിച്ചാ എന്താ ഉണ്ടായെന്ന്? സാറേ ഞങ്ങളൊരു തമാശക്ക്. എൻ്റെ ഒക്കെ ഒരു തമാശ. ഒരു ദിവസം എല്ലാവരും എൻ്റെ കയ്യിൽപ്പെടും. അന്നൊക്കെ എൻ്റെ അവസാനത്തെ തമാശയായിരിക്കും. അതുവരെ കാക്കണോ സാർ? പിന്നത്തേക്ക് വെക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ടീനയും സോജേഷൻ ക്ലാസ്സിൽ പോയിക്കോ. ആ നിങ്ങളവിടെ നിങ്ങളെക്കാളും വലിയ വില്ലന്മാരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മാറി കണ്ടോ നിന്റെയൊക്കെ മുൻഗാമികൾ. സാറാണ് ഇവരേക്ക് വലിയ നില എത്തിച്ചത്. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അവന് പരാതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും ടി സി എന്ന് വിട്ടേനെ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. നാളെ നിങ്ങളുടെ പേരൻസിനോട് കാലത്തെ വന്ന് എന്നെ കാണാൻ പറയണം. പോകോ. അത് പോരെ ലിംഗൻ സാറേ? ധാരാളം. എന്തേ ലാസ്റ്റ് പണി അല്ലെ നമ്മളിപ്പോ കുറെ ഉണ്ടാക്കും. ഇതൊന്നും ഫിൽട്ടറിക്കാമ്പോ കോപ്പാണ്. അയാള് വെടിവെപ്പ് മേടിച്ച് ഓടി വന്നതാ. ഇന്നലെ അയാളെ വെടിവെപ്പ് കൂടിയിട്ട് പറഞ്ഞു. ഗുരുത്വദോഷം അത് പറയരുത്. പ്രിൻസിപ്പൽ എന്താ പറഞ്ഞേ? ദിസ് ഈസ് ദ ലാസ്റ്റ് പണി. പിന്നെ ഞാൻ പറഞ്ഞു എന്താ അവരോട് നിങ്ങൾ എന്താ പറഞ്ഞേ? അതെന്താ ഈ മാപ്പി കുതേ? ഗുരു ദൈവം. ക്ലാസ്സിൽ പോടി. ഏതിലും പെണ്ണു കണ്ടിട്ട് പുറകെ പോണു. നാണൂല്ലേ എല്ലാരടുത്തും മാപ്പി കുതി പറയിക്കാൻ? നമുക്ക് കൂടി പാതം ഉണ്ടാ. നമുക്കൂടി മതം ഓർക്കണം. ബാ നമുക്ക് ക്ലാസ്സിൽ കയറാം. സാറൊന്നും പറഞ്ഞാൽ അവിടെ കാത്തിട്ടുണ്ട്. വരണം സാറുമാര് വരണം. ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ടി സി. സാരമില്ല, അടുത്ത പ്രാവശ്യം ടി സി കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇരിക്കെ. ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് 9ാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അസൈൻമെൻറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ 2 അസൈൻമെൻറ്റ്സിനും ഒരേ 100. ഒന്ന് നമ്മുടെ ടീനയുടെ, മറ്റേ വൈശാഖിൻ്റെ. ടീനെ വൈശാഖല്ലേ എഴുതുന്നത്? വൈശാഖ് എന്നായിട്ട് എഴുതും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല. ടീന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാൽ മതി. ചെല്ലേ, അതല്ലേ വൈശാഖ് അതിൻ്റെ ഒരു ശരി അല്ലേ? അല്ല സാർ, ഞാൻ ടീനെക്കൂടെ നിർബന്ധിച്ച് എഴുതിച്ചതാ. അതെയോ? എന്നാ ടീന എവിടെ ഇരിക്കും? വൈശാഖ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ. കൊറേ കാട്ടുമുട്ടിയാൻ പറ്റും. ഗെറ്റ് ഔട്ട്. സൈലൻസ്. വണ്ടി വിടില്ല സാറേ, ഞാൻ കയറിയിട്ടില്ല. എവിടെ കയറിപ്പോ ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. അവിടെ സ്റ്റാർട്ടായിട്ട് കയറൂ. എന്നും സാറല്ലേ ഓടിക്കുന്നു, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി നേരത്തെ ഓ ഇപ്പഴങ്ങാ ചാട്ടാവോ? അല്ല എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ. എന്ത്
ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോരുത്, ഇവിടെ തന്നെ ചുറ്റിയിടുന്നു. വണ്ടിയുടെ ട്രിഗാൽമെന്റ് പിടിച്ചിടും വലിച്ചു. ഒന്ന് ആഞ്ഞ് തള്ളു സാറേ. സാറിന്റെ തള്ളു ലൂട്ടാപ്പി എന്നെ കൊണ്ട് ഹോംവർക്കും ചെയ്യാൻ വയ്യ. ഒന്ന് പോടും. എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പഠിപ്പിച്ച പണിയായിരിക്കും. എന്ത് പണിയാ സാറിന് കൊടുത്തത്? ഞാനെന്ത് പണി കൊടുക്കാനാടാ? നീ എന്താണെന്ന് വെച്ചാൽ എന്റെ കൈ കിട്ടുമാരെ എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയ ചെന്നിക്കുത്ത്. ഇതുള്ളോണ്ടല്ലോ പനി ഓസിന് യാത്ര ചെയ്യുന്നു. വണ്ടീന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത. ഇങ്ങോട്ടൊന്ന് പറഞ്ഞുതരാം. പലതും തീരും. ഞാൻ ഈ കിട്ടല്ലാതെ വണ്ടികളെ തള്ളടോ. തള്ളുകാരൻ എന്നാലും ഓസടിച്ചല്ലേ കുറച്ചു നേരം പണിയെടുത്തു. വണ്ടി തള്ളി തള്ളി സാറ് പറഞ്ഞ സാധനം തീരുന്നാ തോന്നണേ. ഇന്നലെ നീ റോണി സാറിന് കൊടുത്ത പണി അടിപൊളി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മണ്ടൻ ഒരു നല്ല കാര്യം ചെയ്തല്ലോ. സാധാരണ ഇങ്ങനെ നല്ല കാര്യമൊന്നും ചെയ്യാറില്ലടാ. താങ്ക്സ് രാമത്തെ. പുതിയ കളികൾ കാണാനും കാണിച്ചു പഠിപ്പിക്കാനും ഇതായി ഇടം വന്നിരിക്കുന്നത്. ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരോട് തന്നമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ? അവർക്ക് ബായ്ക്കറി ഇടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്നാ ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പടിയാ. ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞ അവരുടെ പനിപ്പുര. അല്ല അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. ഒരല്പം റോണി സാറ് പഞ്ചാരയും പിള്ളേരവർക്ക് പാരയും. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത.